ഇന്ന് നമുക്ക് റാഗി കൊണ്ടുള്ള ഒരു അപ്പം തയ്യാറാക്കാം. അതിൻ്റെ കൂടെ ഒരു കടലക്കറിയും. അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അത് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ 1/2 കപ്പ് പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും 4 മണിക്കൂർ കുതിർത്തിയതാണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകവും 2-3 ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് അവലും കൂടെ ചേർക്കാം. അപ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അവലിന് പകരം ചോറ് ചേർത്താലും മതി. ഈ അവലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2 പ്രാവശ്യമൊക്കെ ഇത് കഴുകണം. അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അവൽ 2 തരമുണ്ട്. ഇത് കട്ടിയുള്ള അവലായതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാൻ പറ്റുന്നത്. കനം കുറഞ്ഞ അവലാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ തന്നെ ഒന്ന് എടുത്ത് മാറ്റണം. അത് പെട്ടെന്ന് സോക്കായിട്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് റാഗിയും അരിയും കൂടെ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫുഡ് ഗ്രെയിൻ ആണ് റാഗി. അതിൽ ധാരാളം കാൽസ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പോറിഡ്ജ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റാഗി സാധാരണ ഉപയോഗിക്കാറുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ വലിയ ആൾക്കാർക്കും നമ്മൾ അരി കൊണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടോ ഉണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളും റാഗി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ റാഗി ഇങ്ങനെ തന്നെ എടുക്കണം എന്നില്ല. റാഗിയുടെ പൊടി വാങ്ങിച്ച് നമ്മൾ അരിപ്പൊടിയൊക്കെ വാങ്ങുന്നത് പോലെ റാഗിയുടെ പൊടി വാങ്ങിച്ച് അതുകൊണ്ടാണെങ്കിലും നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മുഴുവനോണ്ടുള്ള റാഗി എടുത്തുവെന്നേ ഉള്ളൂ. നമ്മൾ അരിയും റാഗിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് രണ്ടായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. തേങ്ങയും അവലും കൂടെ നമുക്ക് രണ്ടാമതൊന്നും കൂടെ അരച്ചെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് അരച്ചെടുത്തോണ്ട് വരാം. അരിയും റാഗിയും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന തേങ്ങയും അവലും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർത്തിരിക്കുന്നത് കൊണ്ട് 4-5 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. അപ്പം നമ്മൾ വൈകിട്ട് ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പം ഞാനിത് വൈകിട്ടാണ് വയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. രാവിലെ അപ്പം ഉണ്ടാക്കാൻ നേരത്ത് മാത്രമേ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഞാനിതിലേക്ക് തേങ്ങയുടെ കൂടെ ചുവന്നുള്ളിയും ജീരകവും ഒക്കെ അരച്ചത് കൊണ്ട് നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുന്ന ഒരു കള്ളപ്പത്തിൻ്റെ ടേസ്റ്റിലാണ് ഞാനിത് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി അത് ചേർത്തില്ലെങ്കിൽ ചുവന്നുള്ളിയും ജീരകവും ചേർക്കാതെ നമുക്ക് പാലപ്പം ചുടുന്നത് പോലെ അങ്ങനെ തയ്യാറാക്കി എടുക്കാം. മാവ് അരച്ചെടുക്കുമ്പം ഒരുപാട് ലൂസ് ആവാതെ കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ദോശയുടെ മാവിനേക്കാളും കുറച്ചും കൂടി തിക്കാവണം. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അപ്പത്തിന് കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ഇന്നലെ വൈകിട്ട് സോക്ക് ചെയ്ത് വെച്ച കടലയാണ്. ഇത് പാകത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുക്കറിലിട്ട് വേവിക്കാം. ഞാൻ ഈ കടല കുക്കറിലിട്ടിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിലെയും സമയം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് വെക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ അരച്ചു വെച്ചിരുന്ന മാവാണ്. അത് പാകത്തിന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇത് കുറച്ച് തിക്കായിട്ടാണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാതെ പാകത്തിന് വേണം ചേർക്കാനായിട്ട്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ
പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായ പാനിലേക്ക് ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് ദോശയ്ക്ക് പരത്തുന്നത് പോലെ ഒരുപാട് പരത്തണ്ട. ഇതിന്റെ മുകളിലൊക്കെ ബബിൾസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബബിൾസ് നിറയെ വന്നു കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം. 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അതിന്റെ മുകൾ ഭാഗം വെന്ത് കിട്ടും. ഇനി നമുക്കിത് അടച്ചു വെക്കാം. തീ കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിന്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ അപ്പം പാകമായിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ അരച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. കടലക്കറി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമുക്ക് നമ്മൾ ഈ വേവിച്ചിരിക്കുന്ന കടലയിൽ നിന്നും കുറച്ച് കടല എടുത്തിട്ട് അരച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കാം. മിക്സിയിലിട്ടൊന്ന് അരച്ച് ചേർത്താൽ മതി. അതല്ലെങ്കിൽ അല്പം കടലമാവ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടലമാവ് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അല്പം കടുക് താളിച്ച് ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റാഗി അപ്പവും കടലക്കറിയും തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾ ഇതുവരെ റാഗി കൊണ്ടുള്ള അപ്പം തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.